ഹായ് കൂട്ടുകാരി, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ രാവിലെ നമ്മൾ സ്കൂളിലൊക്കെ സൗദി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഇതാ നമ്മുടെ ഇവിടെ പള്ളിയില്ലേ, സ്കൂളിന് തൊട്ടിവിടെ മുറ്റത്ത് തന്നെയുള്ള ആ പള്ളിയിൽ ഓർമ്മ പെരുന്നാളായിരുന്നു. അപ്പോൾ അതിൻ്റെ റാസയൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാരെയും കൂടി ഒന്ന് കാണിക്കാമെന്ന്. അപ്പം നമ്മളിവിടെ ജോലിയായിരുന്നു എങ്കിലും ഇടയ്ക്ക് ഇവിടെ നിന്ന് വീഡിയോ പിടിക്കാൻ പറ്റി. അപ്പം നമ്മൾ കുറച്ച് ദിവസമെല്ലാം സ്കൂളിൽ വരാതിരുന്നപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ജോലികൾ ഇവിടെ ഉണ്ടായിരുന്നു. ചേച്ചി കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പം ഞാൻ രാവിലെ ഇങ്ങി പോന്നു. അപ്പോഴാണ് നമ്മുടെ ജോലിയൊക്കെ നമ്മൾ ചെയ്തത്. പിന്നെ നമ്മുടെ 2 സ്കൂളിലെ കുട്ടികളാണ് അവിടെ പിന്നെ വരുമ്പോൾ കാണുവാണ്. പിന്നെ നമുക്ക് കൊട്ടോ പാട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പറ്റില്ലല്ലോ, കോപ്പറേറ്റ് അങ്ങനെ ആവുമെന്നൊരു പേടി. അപ്പം അതുകൊണ്ട് നമ്മൾ സൗണ്ടുകളൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇവിടുന്ന് പായസം തരും. അപ്പോൾ സ്കൂളിൽ അവിടെ കൊണ്ടു കൊടുക്കും. കൊച്ചു സ്കൂളിലേക്കുള്ളത് അവിടെയും കൊണ്ടു കൊടുക്കും. പിന്നെ നമുക്കുള്ളത് നമ്മൾ ചേച്ചിയൊന്ന് വാങ്ങിക്കും. അപ്പോൾ നമ്മുടെ ചേച്ചിയാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്, മേളിൽ സാരിയൊക്കെ എടുത്ത് നിൽക്കുന്നില്ലേ, പായസം മേടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ പായസം മേടിച്ചിട്ട് വന്ന് നല്ല പായസമായിരുന്നു കേട്ടോ. അല്ലെങ്കിലും അരിപ്പായസം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ സ്കൂളിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ കൊച്ചുമോൻ ഓടിച്ചെന്ന് സാധനവും വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. ഇതൊക്കെ നോക്കി നിൽക്കുന്നു. എവിടെ പോവാ നിങ്ങള്? അപ്പോൾ ഒരു മോള് എവിടെ പോവാ? പോകുന്നില്ല അപ്പോൾ ഒരു മോൾ കറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് പണി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഇനി എത്ര ഓരോ വന്നിട്ട് കല്ലിനകത്ത് നടത്താതെ കൊണ്ട് നടക്കുന്നത്. അയ്യോ, ഉറുമ്പായിരുന്നു. അവളെ ഉറുമ്പ് കടിക്കുന്നില്ല. മുമ്പേ കട്ടുറുമ്പൊക്കെ അവിടെ കാലിൻ്റെ അടുത്തുണ്ട്. കൊതുവ കാണിച്ചേട്ടാ അവിടെ. കള്ളത്തിരി നോക്ക്. കുട്ടുമ്മക്കുട്ടി ഒന്ന് ചിരിച്ചേ, അമ്മയുടെ സ്വത്ത് ചിരിച്ചേ. ഇതൊരു കാപ്പി ഇരിക്കുന്നുണ്ട് മുഖത്തെല്ലാം. ചക്കി കൂട്ടുകാരെ, എന്തൊന്ന് വിറ്റിട്ടും ചുവല്ലേ കാപ്പിയെല്ലാം കുഴിച്ചോ? മരിയെല്ലാം ഉണ്ടോ അവിടെ? പിന്നെന്താ ഇരിക്കുന്നു? ഞങ്ങളുടെ അമ്മമ്മ തീ കത്തിച്ചു കാലിച്ചാവേ. ഇപ്പം ഞങ്ങളുടെ അമ്മമ്മ ഇവിടെ എല്ലാം വൃത്തിയാക്കി
ഞാൻ കണ്ടില്ലേ എന്തുകൊണ്ട് വിച്ചേച്ചൻ പിന്നെ എന്നാ ശരി ടാറ്റാ ബൈ ബൈ സീ യു ഞങ്ങൾ അമ്മമ്മ തീ കത്തിച്ചു അല്ലേ അമ്മമ്മേ ഓ എന്തുകൊണ്ട് വിച്ചേച്ചൻ അഴുക്കാവത്തില്ലേടി എന്തുകൊണ്ട് വിച്ചേച്ചൻ ചുകല്ലേ ആ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. കുഞ്ഞന്തി കുഞ്ഞ് വേണ്ടിരിക്കുന്നു. പിന്നെ അരിയൊക്കെ അടപ്പത്തിട്ട് ചോറ് വെക്കാനായിട്ട് ചോറൊക്കെ വെന്തിട്ട് കുഞ്ഞിന് മോന് ചോറ് കൊണ്ട് കൊടുക്കാൻ പോകണം. പിന്നെ എൻ്റെ മൂത്ത മരുമോടെ അടുത്തൊന്ന് പോകണം. മൂത്ത മരുമോടെ അടുത്തൊന്ന് പോകണം. അത് മതി. ആരെ പൊന്നിനെ ചുന്ദരിയാക്കി ഇങ്ങനെ പറഞ്ഞേ? ആരെ ചുന്ദരിയാക്കി? കണ്ണിങ്ങനെ എന്താ ഉറക്കം തൂങ്ങി വെക്കുന്നു? നല്ലതായിട്ട് നോക്ക്. നമ്മുടെ കിച്ചുമോൻ്റെ ചെറുക്കൻ അതെല്ലാം ഇളക്കി. അമ്മ ഞങ്ങളിപ്പോൾ അവിടെ പോയപ്പോൾ തന്ന് വിട്ടതാണ്. ഇതൊരു കേക്ക്. ഇതാണ്ട് പിന്നെ അതിൻ്റെ മണ്ടയ്ക്കത്തെ ക്രീമൊക്കെ കത്തി ഇളക്കി. പിന്നെ ഇങ്ങനെ മുറിച്ചിട്ട് നോക്കി. പാമൂലുണ്ട വലിയ അതിനകത്തിരിക്കുന്നതേ ഉള്ളൂടാ. പാമൂലല്ലാതില്ലടാ. പാമൂലും വെളിച്ചെണ്ണ ഞാൻ വെക്കുന്ന ആ ബക്കറിനകത്ത്. ഞാൻ ഇച്ചിരി കഴിച്ചു നോക്കട്ടെ ഇതെന്തോ സംഭവം. അങ്ങനെ മധുരം. ഇവിടെ രണ്ടെണ്ണം ഭയങ്കര നാശം കാണീര. അപ്പോൾ പിന്നെ കൊച്ചുമോളും കൂടെ എന്തോ സംഭവം എന്നറിയില്ല. എന്തോടിയുടെ പരിപാടി രണ്ടും കൂടെ? അപ്പോൾ പിന്നെ കൊച്ചുമോളും കൂടെ ഉറങ്ങാനില്ലോ നിന്നെ തള്ള കുളിപ്പിച്ചെല്ലാം ശരിയാക്കിയത്. കൊള്ളാവോ കേക്ക്? ഇച്ചിരി ഞാൻ തിന്നു നോക്കട്ടെ കൊള്ളാവോന്ന്. നിനക്ക് തരണ്ട. നിന്റെ അമ്മയെ കാണാൻ നീ പോകാൻ പറഞ്ഞപ്പോൾ നീ പോത്തില്ലല്ലോ. നിന്റെ കൊച്ചു കൊണ്ടിരുന്നതെല്ലാം തിന്നാൻ നിനക്ക് വേണം ഇല്ലേ? നാളെ വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞു. മറ്റന്നാൾ തൊട്ട് സ്കൂൾ ബസ് ഉണ്ട് പള്ളിക്കുത്തിപ്പാന്. അക്ഷരം എല്ലാം മറന്നുപോയി. അമ്മമ്മേലെ ശ്രദ്ധേ ആടെ കയറി പോന്ന്. ദൈവമേ ഇത് എവിടെ ചവിട്ടി കയറി പോവാന്നോ ഇത്? അല്ല ചോറ് പാത്രത്തിന്റെ അടപ്പും എടുത്ത് ചവിട്ടി കളഞ്ഞ് അടി അടി ഞാൻ തരും അടി. ആ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ കൂട്ടുകാരി.